നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കരിയാട് മേഖല UDF സ്ഥാനാർത്ഥി സംഗമവും തിരഞ്ഞെടുപ്പ് കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നമ്മുടെ BLOമാർ ഏൽപ്പിച്ച ഫോറം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റിനെതിരെ അതിശക്തമായ കുറ്റപത്രം നൽകാൻ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, നിലപാടുകളുടെ രാജകുമാരൻ എന്ന കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി EMS നമ്പൂതിരിപ്പാട് ചരിത്രത്തിൽ ഇടം നേടിയതുപോലെ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയനും ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഞാനോ ഈ PT മാറ്റിയോ വിചാരിച്ചാൽ മാച്ചളയാൻ പറ്റുമോ? 100 കൊല്ലം കഴിഞ്ഞാലും പിള്ളേരോട് ചോദിച്ചാൽ അത് തന്നെ. ഇനി കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അത് പിണറായി വിജയൻ. വേറെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. എനിക്കതാ പുള്ളിയോടുള്ള ഇഷ്ടം. 100 കൊല്ലം കഴിഞ്ഞ് PSC പരീക്ഷയിൽ ചോദിച്ചാൽ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന് വെച്ചാൽ പുള്ളിയുടെ പേര് എഴുതുള്ളൂ. ആ പേര് ഞാനൊന്നും വിചാരിച്ചാൽ ചരിത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അത് അവിടെ കിടക്കും. നിങ്ങൾ നോക്കിക്കോ, ഉറപ്പായി ഈ മാറ്റം കേരളത്തിൽ സംഭവിക്കും. ജനങ്ങൾ കാത്തു. വിജയം നമ്മുടേതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നും നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിങ്ങൾ നന്നായി പ്രതിരോധിച്ചു. അതിന് ഞാൻ നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ, ഈ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. നന്നായി ചെറുത്തു നിന്നു. നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കും. നല്ല വിജയം കേരളത്തിലുണ്ടാവും. 2026 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും. നമ്മുടെ ജില്ലാ പഞ്ചായത്തും നഗരസഭകളും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകണം. മാറ്റങ്ങൾക്ക് വേണ്ടി, ജനജീവിതത്തിൻ്റെ നിലവാരമുയർത്താൻ വേണ്ടി, കണ്ണീരൊപ്പാൻ, സങ്കടങ്ങൾ മാറ്റാൻ അവരോടൊപ്പം UDF ഉണ്ടാവും. ഈ വിജയം ജനങ്ങൾ കാത്തിരിക്കുന്ന വിജയമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. രഹസ്യമാണ്, ഇവരൊക്കെ എന്ത് എന്നാലും പോട്ടെ. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിക്കാൻ മറക്കണം. ആശുമേ, എൻ്റെ കാര്യം എന്നറിയാം, നമുക്ക് വോട്ട് ചെയ്യുള്ളൂ ഈ പ്രാവശ്യം. സത്യമായിട്ട് ഞാൻ വെറുതെ പറയില്ല. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരുണ്ട്. പാർട്ടിയിൽ നിന്നും മെമ്പർഷിപ്പൊന്നുമില്ല, പക്ഷെ ഇടതുപക്ഷം വന്നാൽ വലിയ ഇതൊക്കെ വരും എന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടു നടന്ന കുറേ നല്ല മനുഷ്യരാണ്. അവരെ കാണുമ്പോഴും ചിരിച്ചു. ഉറപ്പാവും. നോക്കിക്കോ, നിങ്ങൾ എണ്ണുമ്പോൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞത് ശരിയാണ്. പാനൂർ നഗരസഭയിലെ കരിയാട് മേഖല UDF സ്ഥാനാർത്ഥി സംഗമവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കരിയാട് പുതുശ്ശേരി പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നമ്മൾ ജയിക്കണമെന്നും ഇവരെ തോൽപ്പിക്കണമെന്നും സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പല ഗവൺമെൻറ്റുകളോടും ആളുകൾക്ക് എതിർപ്പുകളുണ്ടായിരുന്നു, നമ്മുടെ ഗവൺമെൻറ്റുകളോട് ഉൾപ്പെടെ. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഒരു ഗവൺമെൻറ്റിനെ ഇതുപോലെ വെറുക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. ജനങ്ങൾക്ക് എതിർപ്പല്ല ഇപ്പോൾ ഉള്ളത്, വെറുപ്പാണുള്ളത്. UDF കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഒരു കുറ്റപത്രം സമർപ്പിച്ചു ഗവൺമെൻറ്റിനെതിരെ. ആ കുറ്റപത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പൊതുപ്രവർത്തകൻ്റെ ജോലി ആളുകൾ മറന്നുപോകുന്ന ചില കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുക എന്നതാണ്. മറന്നുപോകാതെ, കാരണം അത്രമാത്രം വിഷയങ്ങളാണ്. ചടങ്ങിൽ TH നാരായണൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, KPCC ട്രഷറർ VA നാരായണൻ, DCC സെക്രട്ടറി KP സാജു, V നാസർ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഇവിടെ. ശബരിമല വിഷയം ഉൾപ്പെടെ മറ്റൊരുപാട് വിഷയങ്ങൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ആധാരമാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാടിന്റെ വികസനം ലക്ഷ്യമാക്കി മുന്നോടുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് വെക്കാനുള്ളത്. ഈ മുനിസിപ്പാലിറ്റിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ അത്ഭുത പ്രതിഭാസമാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുക. സ്വർണം ചെമ്പായി മാറുന്ന അത്ഭുത പ്രതിഭാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ സ്വർണം ചെമ്പായി മാറുന്ന അത്ഭുത പ്രതിഭാസം സംഭവിച്ചിരിക്കുന്നു. ആരാ? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി
ഒരവതാരം ഉണ്ണികൃഷ്ണൻ പോറ്റി തനിച്ച് ചെയ്യുവാൻ സാധിക്കുമോ? ശ്രീകോവിലിന്റെ വാതിലുകളും ആ ശ്രീകോവിലിന്റെ വാതിലുകൾ ഇളക്കി മാറ്റി സ്വർണം പൂശാൻ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും? ചടങ്ങിൽ കെ ഷിബിന, രമേശൻ മാസ്റ്റർ, രാജേഷ് മാസ്റ്റർ, റംല ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് UDF സ്ഥാനാർത്ഥികളെ പ്രതിപക്ഷ നേതാവ് ഷാൾ അണിയിച്ച് പരിചയപ്പെടുത്തി. സമഗ്ര ന്യൂസ്, പനൂർ.